ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ടീച്ചിങ് എക്സാംസ്. അപ്പോൾ HSAയുടെ കാലമാണല്ലേ. നമുക്കറിയാം, കഴിഞ്ഞ 2022 നടന്ന HSA മാത്തമാറ്റിക്സ് പരീക്ഷ ഒരു കഠിനമായ എക്സാം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കട്ട് ഓഫ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഓരോ ജില്ലകളിലും വളരെ ചെറിയ മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇനിയുള്ള പ്രിപ്പറേഷൻ നമ്മുടെ ആ ഒരു രീതിക്കായിരിക്കണം അല്ലേ. കഴിഞ്ഞ 2022 ക്വസ്റ്റ്യൻ പേപ്പറിലെ ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ സിലബസ് ഒക്കെ കണ്ടവരായിരിക്കും. നമ്മുടെ HSA മാത്സ് സിലബസിൽ 80 മാർക്കിനാണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്. ഈ 80 മാർക്കിൽ ഏകദേശം 30 മുതൽ 40 വരെ പോർഷൻ ഏത് മൊഡ്യൂളിൽ നിന്നാണ്? നമ്മുടെ ലാസ്റ്റ് 3 മൊഡ്യൂളാണ്. ഈ ലാസ്റ്റ് 3 മൊഡ്യൂൾ കവർ ചെയ്യുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ആ ഭാഗത്ത് നിന്ന് ചോദിച്ച കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 13/2022, അതായത് കഴിഞ്ഞ HSA എക്സാമിന് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ AB എന്നിവ സ്വതന്ത്ര സംഭവങ്ങളാണ്. കൂടാതെ P of A സമം 3/4, P of B സമം 5/8 ആയാൽ P of A യൂണിയൻ B. മലയാളത്തിലാണ് എക്സാം അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് ഈ വേർഡ്സ് ഒക്കെ, അതായത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ച വേർഡ്സ് ഒക്കെ നമുക്ക് മലയാളത്തിൽ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ AB എന്നിവ സ്വതന്ത്ര സംഭവങ്ങളാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ സ്വതന്ത്ര സംഭവങ്ങൾ? ഇൻഡിപെൻഡന്റ് ഇവന്റുകൾ എന്ന് പറയും അല്ലെ. നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് പഠിക്കുന്നതാണ്, അവിടെ നമ്മൾ പഠിക്കുന്നതാണ് ഇൻഡിപെൻഡന്റ് ഇവന്റുകൾ എന്ന്. അപ്പോൾ AB എന്നിവ ഇൻഡിപെൻഡന്റ് ഇവന്റും P of A 3/4 P of B 5/8 ആയാൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് P of A യൂണിയൻ B ആണ്. നമുക്ക് നോക്കാം, P of A യൂണിയൻ B നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും? P of A യൂണിയൻ B is equal to P of A plus P of B minus P of A intersection B അല്ലേ. P of A plus P of B minus P of A intersection B. ഇവിടെ എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റുകൾ ആണെങ്കിൽ P of A intersection B എന്ന് പറയുന്നതിനെ എങ്ങനെ നമുക്ക് എഴുതാം? A and B are independent event എന്ന് പറയുമ്പോൾ A എന്ന ഇവന്റ് B എന്ന ഇവന്റ് സംഭവിക്കുന്നതിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഈ P of A intersection B നെ P of A into P of B എന്ന് എഴുതാം. എന്താണ്? P of A into P of B. ഇനി നമുക്ക് P of A യുടെയും P of B യുടെയും വാല്യൂസ് ഒക്കെ നമ്മുടെ കയ്യിലില്ലേ, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് വരും? P of A is equal to 3/4 plus 5/8 minus P of A intersection B യുടെ സ്ഥാനത്ത് 3/4 into 5/8 എന്ന് എഴുതാം അല്ലെ. ഇനി ഇതിനെ ഒന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6/8 plus 5/8 minus 15/32 എന്ന് കിട്ടും. ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് 29 divided by 32 എന്ന നമ്പർ ആണ് ആൻസർ ആയി കിട്ടുന്നത്. സോ ഇവിടെ ഓപ്ഷനിൽ ഏതാ നോക്കാം. ഓപ്ഷൻ നോക്കൂ, ഓപ്ഷൻ D 29/32 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെ. അപ്പോ നമ്മൾ പഠിക്കുന്ന റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, HSA കഴിഞ്ഞ, അതായത് 13/2022 അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച മറ്റൊരു ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. 10 സംഖ്യകളുടെ ശരാശരി 20 ആണ്. ഈ 10 സംഖ്യകളിലെ ഓരോ സംഖ്യയും 5 വീതം വർദ്ധിപ്പിച്ചാൽ അവയുടെ ശരാശരി എന്താകും? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതായത് x1, x2 എക്സെട്ര x10 ഇത്രയും സംഖ്യകളുണ്ട്. അപ്പൊ ഇവരുടെ ആവറേജ് അഥവാ ശരാശരി നമുക്ക് എങ്ങനെ എടുക്കാം? x ബാർ ആണെന്നിരിക്കട്ടെ. ഇത്രയും സംഖ്യകളുടെ ശരാശരി x ബാർ ആണ്. ഇനി ഇവയുടെ ഓരോന്നിനോടും എത്ര ആഡ് ചെയ്യുന്നു എന്നാ പറയുന്നത്? ഇവിടെ x ബാർ ആയിട്ട് നമുക്ക് 20 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. x ബാർ is equal to 20. ഇനി ഓരോ സംഖ്യകളുടെയും കൂടെ ഒരു 5 വർദ്ധിപ്പിച്ചാൽ, അതായത് x1 plus 5,
x2 plus 5, etc. x10 plus 5 ആയി കഴിഞ്ഞാൽ ഇവയുടെ ശരാശരി എന്താകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 20യുടെ കൂടെയും എന്ത് വർദ്ധിക്കും? ഒരു 5 വർദ്ധിക്കും. ഇത്രയേ ഉള്ളൂ നമുക്കിവിടെ പറയാനായിട്ട്, അല്ലെ? അപ്പൊ ഇത് നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ഭാഗത്ത് മീൻ പഠിക്കും, അല്ലെ? ആ മീനിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ നമ്മുടെ ആൻസർ എന്താണ്? എക്സ് ബാർ ഇസ് ഈക്വൽ ടു 25, അല്ലെ? സോ ഇവിടെ ഓപ്ഷൻ ബി 25 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 52 കാർഡുകളുള്ള ഒരു പാക്കറ്റിൽ നിന്നും ഒരു കാർഡ് തിരഞ്ഞെടുക്കുന്നു, ഒരു പകിട ഉരുട്ടുന്നു എങ്കിൽ പകിടയിൽ ഇരട്ട സംഖ്യയും കാർഡിൽ സ്പേഡും വരാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1/2, ഓപ്ഷൻ ബി 1/4, ഓപ്ഷൻ സി 1/8, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. സോ നമുക്കിവിടെ ഒരു പാക്ക് ഓഫ് കാർഡില് എങ്ങനെയൊക്കെയാണ് കാർഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നൊന്ന് നോക്കാം. ഒരു പാക്കറ്റിൽ 52 കാർഡ്സ് ആണ് ടോട്ടൽ ആയിട്ട് ഉണ്ടാവുന്നത്. ഇനി ഈ 52 കാർഡില് 4 ടൈപ്പ് ചിഹ്നങ്ങളാണ് വരുന്നത്. ഏതൊക്കെയാണ് ആ ചിഹ്നങ്ങള്? സ്പേഡ്, പിന്നീട് ക്ലബ്, ഹാർട്ട്, പിന്നെ ഡയമണ്ട്. ഇത്രയും 4 ടൈപ്പുള്ള ചിഹ്നങ്ങളാണ് ഉണ്ടാവുക. ഇനി ഈ ഓരോ ചിഹ്നത്തിലും 13 കാർഡുകൾ വീതം ഉണ്ടാവും. ഓക്കെ, 13 കാർഡുകൾ വീതം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് ഒരു കാർഡില്, ഒരു പാക്ക് ഓഫ് കാർഡില് കാർഡുകളുടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇങ്ങനെ ഒരു പാക്കറ്റിൽ നിന്ന് ഒരു കാർഡ് തിരഞ്ഞെടുക്കുന്നു, അതുപോലെ പകിട ഉരുട്ടുന്നു. പകിട ഉരുട്ടുന്നു എന്ന് പറഞ്ഞാൽ ഡൈ ത്രോ ചെയ്യുമ്പോൾ, ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാമ്പിൾ സ്പേസ് അറിയാലോ. 1, 2, 3, 4, 5, 6, അല്ലെ? 6 സംഖ്യകളാണ് വരിക. അതിനകത്ത് ആ പകിടയിൽ ഇരട്ട സംഖ്യയും കാർഡിൽ സ്പേഡും വരാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ പകിടയിൽ എ എന്ന് പറയുന്ന ഒരു ഇവന്റ് നമുക്ക് ചൂസ് ചെയ്യാം. എ എന്ന് പറയുന്ന ഇവന്റ് പകിടയിൽ ഇരട്ട സംഖ്യ വരാനുള്ള പ്രോബബിലിറ്റി ആയിട്ട് എടുക്കാം. എന്താണ്? പകിടയിൽ ഇരട്ട സംഖ്യ വരാനുള്ള പ്രോബബിലിറ്റി. അതുപോലെ ബി എന്ന ഇവന്റ് നമുക്ക് എടുക്കാം. എന്താണത്? കാർഡിൽ സ്പേഡ് വരാനുള്ള പ്രോബബിലിറ്റി. കാർഡിൽ ഒരു സ്പേഡ് കാർഡ് വരാനുള്ള പ്രോബബിലിറ്റി, അല്ലെ? ഇങ്ങനെ നമുക്ക് എ, ബി എന്നീ 2 ഇവന്റുകൾ ചൂസ് ചെയ്യാം. ഇനി ഇവിടെ നോക്കൂ, എ എന്ന ഇവന്റ്, അതായത് പകിട ഉരുട്ടുന്ന ആ ഒരു ഇവന്റ് കാർഡ് എടുക്കുന്ന ഇവന്റിനെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എയും ബിയും എന്താണ്? സ്വതന്ത്ര സംഭവങ്ങളാണ്, ഇൻഡിപെൻഡന്റ് ഇവന്റുകളാണ്. അപ്പോൾ 2 ഇവന്റുകൾ ഇൻഡിപെൻഡന്റ് ഇവന്റുകൾ ആയി കഴിഞ്ഞാൽ നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. അപ്പോ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? നമുക്ക് ആൻസർ ആയി. അതിനു മുൻപ് പി ഓഫ് എയും പി ഓഫ് ബിയും എന്താണ് എന്ന് നമുക്ക് നോക്കണ്ടേ? പി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകിട ഉരുട്ടുമ്പോൾ നമുക്ക് സാമ്പിൾ സ്പേസിൽ എത്ര നമ്പേഴ്സ് ആണ് ഉണ്ടാവുക? 1 മുതൽ 6 വരെയുള്ള സംഖ്യ, അല്ലെ? അപ്പോൾ ഡിനോമിനേറ്ററിൽ എത്ര വരണം? 6 വരണം. ടോട്ടൽ പ്രോബബിലിറ്റി. ഇനി അതിനകത്ത് ഇരട്ട സംഖ്യയാണ് വരേണ്ടത്. ഏതൊക്കെയാണ് അതിൽ ഇരട്ട സംഖ്യ? 2, 4, 6, 3 ഇരട്ട സംഖ്യകളാണ്. അപ്പൊ പി ഓഫ് എ എന്ന് പറയുന്നത് 3/6 ആയിരിക്കും. ദാറ്റ് ഈസ് 1/2. ഇനി പി ഓഫ് ബി എന്തായിരിക്കും? പി ഓഫ് ബി ഇസ് ഈക്വൽ ടു കാർഡ്, സെറ്റ് ഓഫ് കാർഡില്, പാക്ക് ഓഫ് കാർഡില് സ്പേഡ് വരുന്നത്, അല്ലെ? അപ്പോ ടോട്ടൽ 52 കാർഡ് ഉണ്ട്. അതിൽ 13 സ്പേഡ് കാർഡുകളാണ് ഉണ്ടാവുക. ഇതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1/4 എന്ന് കിട്ടും, അല്ലെ? പി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് 1/2 ഇൻറ്റു 1/4 എന്ന് എഴുതാം, അല്ലെ? വിച്ച് ഇസ് ഈക്വൽ ടു 1/8 ആണ് എന്ത് വരുന്നത്? നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇവിടെ ഓപ്ഷനിലെ ഏതാണ് നമ്മുടെ ഉത്തരം? നോക്കിയേ, ഓപ്ഷൻ സി, അല്ലെ? ഓപ്ഷൻ സി ആണ് 1/8, അല്ലെ? ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഇതുപോലെ കാർഡിന്റെയും ഡൈസിന്റെയും ഒക്കെ പ്രോബബിലിറ്റി സ്ഥിരമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സാമുകളിലും ചോദിക്കുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ HSA 13/2022 വന്നൊരു ചോദ്യമാണ്. ഒരു ഗ്രൂപ്പിൽ 25% വസ്തുക്കളുടെ വില
10 കുറവും 25% വസ്തുക്കളുടെ വില 40 കൂടുതലും ആയാൽ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ അല്ലെ. കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെ നമുക്ക് പറയാം? Q3 minus Q1 divided by Q3 plus Q1 ആണ്. ഇനി എന്താണ് Q3യും Q1ഉം ഒക്കെ അല്ലെ? ഫസ്റ്റ് ക്വാർട്ടൈലിനെയാണ് നമ്മൾ Q1 എന്ന് പറയുന്നത്, തേർഡ് ക്വാർട്ടൈലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Q3 എന്ന് പറയുന്നത്. സോ ഇവിടെ 25% വസ്തുക്കളുടെ വില 10 കുറവാണ് എന്ന് പറയുമ്പോൾ Q1 ആയിട്ട് നമുക്ക് 10 എടുക്കാം, 10 എടുക്കാം. അതുപോലെ Q3 ആയിട്ട് ഇവിടെ എത്രയാണ്? 25% വസ്തുക്കളുടെ വില 40 കൂടുതലാണെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ Q3 is equal to 14 എടുക്കാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ is equal to 40 minus 10 divided by 40 plus 10 which is equal to 30/50 ആണ്. കട്ട് ചെയ്ത് കളയുമ്പോൾ 3/5 ആൻസർ കിട്ടും. സോ നമ്മുടെ ഓപ്ഷൻ നോക്കാം. 3/2 0, 3/5 minus 1/2. ഓപ്ഷൻ സി 3/5 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷന്റെ ഫോർമുല പഠിച്ചു വെച്ചോളൂ. Q3 minus Q1 by Q3 plus Q1. അപ്പൊ ഇത്തരത്തില് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ സിലബസിൽ തന്നെ നിൽക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഏകദേശം 30 മുതൽ 40 വരെ ചോദ്യങ്ങളാണ് കഴിഞ്ഞ HSA 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇതുപോലുള്ള ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമ്മളുടെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.